ഇന്ന് നമുക്ക് പ്രിൻസിന്റെയും ഫാമിലിയുടെയും കഥ നോക്കിയാലോ. നായകനായ പ്രിൻസ് ആണെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനറാണ്. മാത്രമല്ല ഒരു ബ്രൈഡൽ ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. പ്രിൻസിന്റെ അച്ഛനാണ് ബേബി, അമ്മ ജിൻസി. ഇവർക്ക് 3 മക്കൾ. ആദ്യത്തേവൻ പ്രിൻസ്, രണ്ടാമത്തേവൻ ജിൻസ്. ഈ ജിൻസിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മൂന്നാമത്തവൻ ഷിൻസിനും ജോലിയൊന്നുമില്ല. പക്ഷേ വിവാഹമൊക്കെ കഴിച്ച് ഒരു കുഞ്ഞുണ്ട്. ഭാര്യ ഇപ്പോൾ രണ്ടാമതും പ്രഗ്നന്റ് ആണ്. പ്രിൻസിന് പ്രായം ഒരുപാടായിട്ടും വിവാഹമൊന്നും ഇതുവരെയും സെറ്റായിട്ടേയില്ല. ദേ ഇപ്പോൾ വീട്ടിൽ ജിൻസിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. കല്യാണം നടക്കാത്തത് കാരണം പ്രിൻസ് എല്ലാവർക്കും മുന്നിൽ ഒരു കോമാളിയാണ്. പ്രിൻസിന്റെ വീട്ടിൽ റൂമും സൗകര്യമൊന്നും അധികമില്ലാത്തതിനാൽ റൂം ഇറക്കുവാനായിട്ട് എല്ലാം പ്രിൻസ് റെഡിയാക്കി വെച്ചേക്കുക. പക്ഷേ പെണ്ണ് കിട്ടുന്നില്ല. പെണ്ണ് കിട്ടുമ്പോൾ റൂമും ശരിയാക്കാമെന്ന പുള്ളിക്കാരൻ വിചാരിക്കുന്നത്. ജിൻസിന്റെ കല്യാണ ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. പ്രിൻസ് ആണ് കുടുംബത്തിലെ ചിലവ് മുഴുവൻ നോക്കുന്നതും. അങ്ങനെ ജിൻസിന്റെ കല്യാണം നല്ല രീതിയിൽ നടന്നു. ജിൻസിന്റെ കല്യാണത്തോടെ പ്രിൻസിന് റൂം നഷ്ടമായി. അച്ഛനും അമ്മയ്ക്കുമൊപ്പമാണ് ഇപ്പോൾ പ്രിൻസ് കിടക്കുന്നത് പോലും. ഈ പ്രിൻസിനൊപ്പം ബൊട്ടീക്കിൽ വർക്ക് ചെയ്യുന്ന സഫിയയും KK എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാറും പ്രിൻസിന് വേണ്ടിയിട്ട് പെണ്ണ് നോക്കുന്നുണ്ട്. പക്ഷേ ഒരു പെണ്ണിനെയും പ്രിൻസിന് ഇഷ്ടമാകുന്നില്ല. പെണ്ണിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം തിരക്കിക്കൊണ്ട് നടക്കുന്നതിനാലാണ് പ്രിൻസിന് ഇതുവരെയും പെണ്ണ് സെറ്റാകാത്തത്. അതിന് സഫിയ ഒരുപാട് പ്രിൻസിനെ വഴക്ക് പറയുന്നുമുണ്ട്. ഒടുവിൽ പ്രിൻസിന് വേണ്ടിയിട്ട് KK മാട്രിമോണിയിൽ ഒരു അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. അന്നേ ദിവസം രാത്രി പ്രിൻസ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുക. എന്താണെന്ന് പ്രിൻസിന് അറിയത്തില്ല. ജിൻസിന്റെ പിറന്നാളാണെന്നാ പ്രിൻസ് കരുതിയേ. പക്ഷെ അതല്ല, ജിൻസ് അച്ഛനാകാൻ പോവുകയാണ്. അത് കേട്ടതും പ്രിൻസ് ഞെട്ടി. മറ്റുള്ളവർക്ക് സന്തോഷമാണെങ്കിലും പ്രിൻസിനത് ടെൻഷനാണ്. കാരണം ഷിൻസിന്റെ ഭാര്യയുടെ പ്രസവത്തിന്റെ ചിലവെല്ലാം നോക്കിയത് പ്രിൻസാണ്. ദേ ഇപ്പോൾ ജിൻസും അവന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ചിലവൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും ദേ അടുത്തതും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിന് ജിൻസിനെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കുടയുകയാണ് പ്രിൻസ്. ജിൻസ് ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. തിരിച്ചുപോയി തനിക്കൊരു ഹെൽപ്പ് ആകുമെന്ന പ്രിൻസ് കരുതിയത്. പക്ഷേ താൻ ഇനി തിരികെ പോകുന്നില്ല എന്ന് ജിൻസ് പറഞ്ഞതോടുകൂടി പ്രിൻസ് വീണ്ടും തകർന്നു പോയി. ആ ദേഷ്യമെല്ലാം ഷോപ്പിലെ സ്റ്റാഫുകളോടാ പ്രിൻസ് കാണിക്കുന്നതും. അങ്ങനെ ഇരിക്കെ തന്റെ ഷോപ്പിന്റെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനായിട്ട് ബാങ്കിലേക്ക് പ്രിൻസ് പോകും. അവിടെ പുതുതായി ജോയിൻ ചെയ്ത അന്ന എന്ന പെൺകുട്ടിയാണ് പ്രിൻസിന് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുക്കുന്നതും. അന്നയ്ക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം പ്രിൻസ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അന്നയെ അവിടേക്ക് കൊണ്ടുവന്നത് അവളുടെ അമ്മയാണ്. അമ്മയും അന്നയും പ്രിൻസുമായിട്ട് നല്ല കമ്പനിയാകും. അന്നയ്ക്കാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഏതെങ്കിലും സ്പോട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ സഫിയയുടെ അടുത്തേക്കാണ് പ്രിൻസ് അവരെ കൊണ്ടുപോകുന്നതും. സഫിയയും ഭർത്താവും ചേർന്ന് വീട്ടിൽ തന്നെ ഹോട്ടൽ നടത്തുന്നുണ്ട്. അവർക്ക് കുട്ടികളൊന്നുമില്ല. എങ്കിലും അവർ സന്തോഷമായാണ് ജീവിക്കുന്നതും. പ്രിൻസും അന്നയും അമ്മയും കൂടി ആ ഒരു ഹോട്ടലിൽ എത്തുന്ന സമയത്ത് സഫിയയ്ക്ക് അന്നയെ ഒരുപാട് ഇഷ്ടമായി. അവർക്ക് താമസിക്കുവാനായിട്ട് സ്ഥലം റെഡിയാക്കാത്തതിനാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ സഫിയാണെങ്കിൽ പ്രിൻസിനോട് പറയും. അതനുസരിച്ച് കന്യാസ്ത്രീ മഠത്തിൽ അന്നയ്ക്ക് താമസ സൗകര്യവും പ്രിൻസ് റെഡിയാക്കി കൊടുക്കും. ലോക്കൽ ഗാർഡിയന്റെ സ്ഥാനത്ത് ഒപ്പുവെച്ചതും പ്രിൻസ് ആയിരുന്നു. പ്രിൻസിന് അത് കാരണം ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ലോക്കൽ ഗാർഡിയനായിട്ട് പ്രിൻസ് നിൽക്കുന്നതും. ഒപ്പിടുന്ന സമയത്ത് മാരേജ് രജിസ്ട്രേഷന് നിൽക്കുന്നതിന്റെ അത്രയും സന്തോഷമായിരുന്നു പ്രിൻസിന് അപ്പോഴും. അടുത്ത ദിവസം പ്രിൻസിനെ കാണുവാനായിട്ട് അന്ന ഷോപ്പിലേക്ക് എത്തും. കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് താമസ സൗകര്യം റെഡിയാക്കി തന്നതിന് നന്ദി പറയുന്നു. കൂടാതെ ഒരു ഹെൽപ്പ് കൂടി ചെയ്യുമോ, സാറിന്റെ പേഴ്സണൽ അക്കൗണ്ട് എനിക്കൊന്ന് തരുമോ എന്ന് ചോദിക്കും. അന്നയോട് ചെറിയൊരു ക്രഷ് ഉള്ളതിനാൽ പ്രിൻസ് ആണെങ്കിൽ കൊടുക്കുവാനായും തയ്യാറായി. മാത്രമല്ല അന്ന പ്രിൻസിന്റെ ഫോൺ നമ്പർ വാങ്ങിക്കൊണ്ടാണ് പോകുന്നതും. അവൾക്ക് പ്രിൻസിനെ ഇഷ്ടമാണെന്നൊക്കെ സഫിയയും KKയും ഒക്കെ പറയുന്നതിനാൽ പ്രിൻസിന്റെ മനസ്സിലും അന്നയോട് ഇഷ്ടമൊക്കെ തോന്നുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പ്രിൻസിന്റെ മനസ്സിൽ അന്നയാണ്. അന്നയും കൊണ്ട് പ്രിൻസ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോഴെല്ലാം പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്നേഹമായിരുന്നു പ്രിൻസിന്റെ മനസ്സിൽ. ഒരിക്കൽ രാത്രി രണ്ടും കൽപ്പിച്ച് ഈ പ്രിൻസ് അന്നയെ ഫോൺ വിളിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഉമ്മയും കൊടുക്കുന്നു. അതേസമയം ട്രെയിനും പോകുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി തന്നെ പ്രിൻസിന് സൈബർ സെല്ലിൽ നിന്നും കോൾ വരും. നീ അല്ലേടാ പ്രിൻസ്, നീ സ്ത്രീകളെ വിളിച്ച് ഉമ്മയൊക്കെ കൊടുക്കുമല്ലേ? അടുത്ത ദിവസം സ്റ്റേഷനിലേക്ക് വരുവാനായും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിൻസ് അടുത്ത ദിവസം സ്റ്റേഷനിലേക്കും എത്തി. നല്ല ടെൻഷൻ നിൽക്കുകയായിരുന്നു പ്രിൻസ്. KKയും കൂടെയുണ്ട്. SI കുറച്ച് സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട് നീ ഇവരെയൊക്കെ രാത്രി വിളിച്ച് മോശമായി സംസാരിക്കുമല്ലേടാ, ഉമ്മയൊക്കെ കൊടുക്കുമല്ലേടാ എന്നൊക്കെ ചോദിക്കും. അത് കേട്ട് പ്രിൻസ് ആണെങ്കിൽ ഞെട്ടിപ്പോകുന്നു. താൻ അത്രക്കാരനല്ല എന്ന് പറഞ്ഞിട്ടും SI വിശ്വസിക്കുന്നില്ല. മാട്രിമോണി വഴിയാണ് നീ സ്ത്രീകളുടെ നമ്പർ എടുക്കുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അക്കൗണ്ട് എടുത്തത് ശരിയാ, പക്ഷെ ഉപയോഗിക്കുന്നത് ഞാനല്ല എന്ന് പറയുമ്പോഴാണ് പ്രിൻസിന് KKയെ പറ്റി ഓർമ്മ വരുന്നത്. KKയാണ് അക്കൗണ്ട് എടുത്തതും പ്രിൻസിന്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നതും KK തന്നെയാണ്.
കേക്ക് പ്രിൻസിന്റെ പേരിൽ അക്കൗണ്ട് എടുത്ത് പ്രിൻസിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ വെച്ച് സ്ത്രീകളെ വിളിച്ച് മോശമായി സംസാരിക്കും. പ്രിൻസിന് സത്യമെല്ലാം മനസ്സിലായി. അത് മനസ്സിലാക്കി കേക്കയാണെങ്കിൽ ഉടനെ തന്നെ ചാടി കയറി എസ്ഐയോട് പറയും, സാറേ, ഇവന് കല്യാണം കഴിക്കാത്തതിന്റെ മാനസിക വൈകൃതമാണ്, ഒന്നും പറയല്ലേ സാറേ എന്ന് പറഞ്ഞ് എസ്ഐയുടെ കാല് പിടിച്ച് പ്രിൻസിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പ്രിൻസിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം. കേക്കയുടെ പ്രവൃത്തിയിൽ ദേഷ്യം വന്ന് കേക്കിട്ട് കുറെ കൊടുക്കുകയാണ് പ്രിൻസ്. അതേ സമയമായിരുന്നു അന്നയുടെ കോൾ വന്നതും. ഞാൻ കുറെ വിളിച്ചിരുന്നല്ലോ, കിട്ടിയില്ല, എവിടെയാണ്? പിന്നെ സാർ ഇന്നലെ വിളിച്ച സമയത്ത് സാർ പറഞ്ഞതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു എന്ന് അന്ന പറയുന്ന സമയത്താണ് പ്രിൻസിനൊരു കാര്യം മനസ്സിലായത്. ആ സമയത്ത് ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു, അത് കാരണമാ അന്നയ്ക്കൊന്നും കേൾക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് പ്രിൻസിന് സമാധാനമായി. കൂടാതെ തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെന്നും സാറിനോട് ഒരു കാര്യം പറയണമെന്നും നേരിട്ട് കാണണമെന്നും അന്ന പറയുന്നു. പ്രിൻസിന് അത് കേട്ടപ്പോൾ ലഡ് പൊട്ടുകയാണ്. കാരണം അവനോട് ഇഷ്ടമുണ്ടെന്ന് അവൾ പറയാൻ പോവുകയാണെന്നാണ് പ്രിൻസ് കരുതിയത്. അടുത്ത ദിവസം തന്നെ അന്ന പറഞ്ഞ സ്ഥലത്തേക്ക് കേക്കയും കൂട്ടി എത്തുകയാണ് പ്രിൻസ്. അന്നയും അവിടെ എത്തും. കൂടാതെ അവളുടെ അമ്മയുമുണ്ട്. അന്ന പറയും, ഒരാളെ ഒരുപാട് ഇഷ്ടമാണ്, വിവാഹം ആലോചിക്കാൻ പോവുകയാണ്. അത് കേട്ടതും പ്രിൻസിന്റെ മനസ്സിൽ ലഡ് പൊട്ടി. പക്ഷേ അവർ പ്രിൻസിനെ വിവാഹം ആലോചിച്ചത് അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അന്നയുടെ അമ്മയ്ക്ക് പ്രിൻസിനെ ഒരുപാട് ഇഷ്ടമാണ്. അതറിഞ്ഞ പ്രിൻസ് ആണെങ്കിൽ ജീവനും കൊണ്ടോടും. പ്രിൻസിനാണെങ്കിൽ അത് താങ്ങാനായില്ല. മദ്യപിച്ച് അവശനായ പ്രിൻസ് ആണെങ്കിൽ തനിക്കിനി വിവാഹമേ വേണ്ടെന്നും ഫാഷൻ ഡിസൈനിങ് സംബന്ധിച്ച് താൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നു, ഇവിടുത്തെ ബൊട്ടിക്കൊക്കെ കേക്കയോട് നോക്കുവാനായി പ്രിൻസ് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഷിൻസിന്റെ ഭാര്യ രണ്ടാമതും പ്രസവിച്ചു, പെൺകുഞ്ഞാണ്. പ്രിൻസ് ഉൾപ്പെടെ എല്ലാവരും ഹോസ്പിറ്റലിലുമുണ്ട്. അപ്പോഴാണ് ജിൻസിന്റെ ഭാര്യയുടെ സ്കാനിംഗ് റിപ്പോർട്ട് വന്നതും. ജിൻസിന് ഇരട്ട കുട്ടികളാണ്. അത് കേട്ടതും പ്രിൻസ് ഞെട്ടി. കാരണം ഇനി ആ കുഞ്ഞുങ്ങളുടെ ചിലവ് കൂടി പ്രിൻസിന്റെ മുകളിലല്ലേ. അത് കേട്ടാണ് അവൻ അത്രയും ടെൻഷനും. അതേ സമയമായിരുന്നു പ്രിൻസിന് ബാംഗ്ലൂരിൽ നിന്നും കോൾ വന്നത്, ജോലി റെഡിയായെന്നും. അതേ സമയം തന്നെയായിരുന്നു മാട്രിമോണിയിൽ ചിഞ്ചു റാണി എന്ന 24-കാരിയുടെ റിക്വസ്റ്റ് വന്നതും. രണ്ടും ഒരേ സമയത്ത്. പ്രിൻസ് ആണെങ്കിൽ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. ഇതുവരെ നടന്നതെല്ലാം വെച്ച് മനസ്സില്ലാ മനസ്സോടെയാണ് പ്രിൻസ് ചാറ്റ് ചെയ്തതും. ചിഞ്ചു റാണിയും റിപ്ലൈ കൊടുക്കും. പ്രിൻസ് ആദ്യമായിട്ടാണ് ചിഞ്ചു അറിയാതെ അവളെ കാണാൻ പോകുന്നതും. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രിൻസിന് അവളെ ഒരുപാട് ഇഷ്ടമായി. കേക്കയും പ്രിൻസും ചിഞ്ചുവിനെ പെണ്ണ് കാണുവാനായിട്ടും പോകും. വീട്ടുകാരെയൊക്കെ കാണുന്ന സമയത്ത് എന്തോ കിളിപോയ പോലെയാണ് തോന്നുന്നതും. ഒടുവിൽ ചിഞ്ചുവിനെയും കാണുവാനായി എത്തി. ചിഞ്ചു ആണെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ആണ്. അതുകൊണ്ട് തന്നെ ചിഞ്ചുവിന്റെ സംസാരവും ഒരു കിളിപോയ മട്ട. നല്ല ആക്റ്റീവാണ് പുള്ളിക്കാരി. പ്രിൻസ് ചിഞ്ചുവിനെയാണ് പെണ്ണ് കാണാൻ പോയതെന്നറിഞ്ഞ് പ്രിൻസിന്റെ ഒരു കസിനായ പെൺകുട്ടിയാണെങ്കിൽ ചിഞ്ചുവിനെ പറ്റിയുള്ള കാര്യം പ്രിൻസിന്റെ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നു. ചിഞ്ചു ആളാണെങ്കിൽ ഒരു താരം തന്നെയാ. പഠിക്കുന്ന സമയത്തും സ്കൂളിൽ നല്ല ആക്റ്റീവും ഫേമസും ഒക്കെ ആയിരുന്നുവെന്നും ആ ഒരു കസിൻ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്നു. പ്രിൻസ് പെണ്ണ് കാണാൻ വന്നതും യൂട്യൂബിൽ ലൈവ് വരികയാണ് ചിഞ്ചു. പ്രിൻസിന്റെ വീട്ടുകാരും ലൈവ് കാണും. പ്രിൻസിനെ കണ്ടതും വീട്ടുകാർക്ക് അഭിമാനമാകുന്നു. പ്രിൻസ് ചിഞ്ചുവിനെ യെസ് പറഞ്ഞെങ്കിലും ചിഞ്ചു യെസ് പറയണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്ത് പറയണമെന്ന് അവൾക്കറിയണം. അതിനവൾ ഒരു യെസ് ഓർ നോ പോളിടും. അങ്ങനെ അവരുടെ കല്യാണവും നടക്കും. കല്യാണ ദിവസവും ചിഞ്ചു ഡാൻസും പാട്ടും ഒക്കെയായി യൂട്യൂബിൽ ലൈവ് പോകും. പ്രിൻസിനതൊക്കെ എന്തോ പോലെ ആകുമെങ്കിലും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എൻജോയ് ചെയ്യുകയാണ്. ചിഞ്ചുവിന്റെ വീട്ടുകാർക്കാണെങ്കിൽ പേടിയും. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ചിഞ്ചുവിന്റെ യൂട്യൂബിൽ 1 മില്യൺ അടിച്ചിരുന്നു. അവളെ കാത്ത് പ്രിൻസിന്റെ വീട്ടിൽ അവളുടെ സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു. വലിയ ആഘോഷമായിരുന്നു അവിടെ. ചിഞ്ചു ആണെങ്കിൽ പ്രിൻസിനെയും കൊണ്ട് കുളത്തിലേക്ക് എടുത്ത് ചാടി. അതൊക്കെ യൂട്യൂബിൽ വൈറലാകുവാനായും തുടങ്ങി. ഫസ്റ്റ് നൈറ്റിന് പോലും ചിഞ്ചുവിന് വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു പണി. അടുത്ത ദിവസവും ചിഞ്ചു ലൈവുമായി അടുക്കളയിലെത്തും. പ്രിൻസിന്റെ അമ്മയും കൂടെ കൂടുകയാണ്. ചിഞ്ചുവിന്റെ ഭർത്താവ് എന്ന പേരിൽ പ്രിൻസിനെ നാട്ടുകാർ അറിയുവാനായും തുടങ്ങി. പ്രിൻസും ഫേമസ് ആകുന്നു. ചിഞ്ചു ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, നീ അവളെയും കൊണ്ടൊന്ന് മാറി നിൽക്കുവാനായിട്ടും സഫിയ പ്രിൻസിനെ ഉപദേശിക്കുന്നു. അടുത്ത ദിവസം പ്രിൻസ് ചിഞ്ചുവിനെയും കൂട്ടി ഹണിമൂണിന് പോകുവാനായി ഇറങ്ങും. പ്രിൻസ് പ്രതീക്ഷിച്ചില്ല അച്ഛനും അമ്മയും കൂടെ കാണുമെന്ന്. ചിഞ്ചു വിളിച്ചതാണ് അവരെ കൂടി. അങ്ങനെ ഫാമിലി ആയിട്ട് ഹണിമൂണിനും പോകും. അതെല്ലാം വീഡിയോ എടുത്ത് യൂട്യൂബിലും ഇടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ചിഞ്ചുവിന്റെ മുത്തശ്ശൻ മരിച്ചു. ആ വിവരം ചിഞ്ചു അറിയുകയാണ്. ചിഞ്ചു സങ്കടപ്പെടുമെന്നാണ് പ്രിൻസ് വിചാരിച്ചത്. പക്ഷേ ചിഞ്ചുവിന് മരണവും ഒരു കണ്ടന്റ് ആയിരുന്നു. അത് കാണുമ്പോൾ പ്രിൻസിന് വല്ലാതെ ടെൻഷനാകുന്നു. ഒരിക്കൽ ചിഞ്ചുവിന് ഒരു ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. ആ പരിപാടിക്ക് എത്തിയപ്പോഴാണ് ചിഞ്ചു റാണി യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ നിന്നും താഴേക്ക് വന്നതും ഇപ്പോൾ മലബാർ മഞ്ചത്തെയാണ് മുന്നിലെന്നും കൂട്ടുകാർ പറഞ്ഞ് ചിഞ്ചു അറിയുന്നത്. ചിഞ്ചു ആണെങ്കിൽ വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങുന്നു. പ്രിൻസ് അവളെ സമാധാനിപ്പിക്കും. ഒടുവിൽ ചിഞ്ചുവിനെയും കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് സഫിയുടെ ഹോട്ടലിലേക്കാണ് പ്രിൻസ് എത്തിയതും.
അവിടെ നിന്ന് വീട്ടിലെത്തിയ ചിഞ്ചു പ്രിൻസിന്റെ അമ്മയോടും ദേഷ്യപ്പെടും. അമ്മയ്ക്കാണെങ്കിൽ ഇവൾക്ക് എന്ത് പറ്റി എന്ന ചിന്തയാണ്. മാത്രവുമല്ല ചിഞ്ചുവുമായി എഗ്രിമെന്റ് എഴുതിയ ആടിപ്പോൾ മലബാർ മൊഞ്ചത്തിക്ക് നൽകിയിരിക്കുകയാണ്. അതറിഞ്ഞ് ചിഞ്ചുവിന് രാത്രി ഉറങ്ങാനായില്ല. കരച്ചിലോട് കരച്ചിൽ. കരയുന്ന ചിഞ്ചുവിനെ പ്രിൻസ് ഒരുപാട് സമാധാനിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ ചിഞ്ചു പ്രിൻസിനെയും കൂട്ടി വക്കീലിനെ കാണാനായിട്ടാണ് പോയതും. വക്കീലിനോട് എഗ്രിമെന്റ് എഴുതിയ ആട് തനിക്ക് നഷ്ടമായതിന്റെ ലീഗൽ കാര്യങ്ങളൊക്കെ സംസാരിക്കവേ പ്രിൻസിന് അവരുടെ ബ്രൈഡൽ ഷോപ്പിൽ നിന്നും കോൾ വരും. പക്ഷേ കോൾ എടുക്കുവാനായിട്ട് ചിഞ്ചു സമ്മതിച്ചില്ല. ചിഞ്ചുവിനെ ഒരുപാട് വഴക്ക് പറയും. ചിഞ്ചു എല്ലാവരുടെയും മുന്നിലിട്ടാണ് പ്രിൻസിനെ വഴക്ക് പറഞ്ഞതും. പ്രിൻസിന് അത് ഒരുപാട് വിഷമമായി. എല്ലാം കഴിഞ്ഞ് ഷോപ്പിലെത്തിയപ്പോൾ അവിടെ ആകെ പ്രശ്നം. ഒരു കല്യാണത്തിന് പ്രിൻസ് ഡ്രസ്സ് റെഡിയാക്കി കൊടുക്കുവാനായിട്ട് ഏറ്റിരുന്നു. ക്യാഷും വാങ്ങി. പക്ഷേ ചിഞ്ചുവിന്റെ പ്രശ്നത്തിന് പിന്നാലെ നടന്നതിനാൽ ആ ഒരു കാര്യം പ്രിൻസിന് ചെയ്തു കൊടുക്കുവാനായും പറ്റിയില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. കല്യാണ പെണ്ണാണെങ്കിൽ പ്രിൻസ് ഡ്രസ്സ് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മറ്റൊരു ഡ്രസ്സ് ഇട്ടാണ് കല്യാണത്തിന് വരെ പോയതും. അത് കാരണം വീട്ടുകാർ വന്ന് വല്ലാത്ത പ്രശ്നം. തിരിച്ചു വരികയായിരുന്ന പ്രിൻസ് ആണെങ്കിൽ ബസ്സിൽ വെച്ച് അടുത്തിരിക്കുന്ന ആൾ ചിഞ്ചുവിന്റെ വീഡിയോ കാണുന്നത് ശ്രദ്ധിക്കുന്നു. അത് സഫിയയുടെ ഹോട്ടലിനെ പറ്റി നെഗറ്റീവ് റിവ്യൂ പറയുന്നതാണ്. പ്രിൻസ് അത് കാണുന്നതും ഞെട്ടിപ്പോകും. അന്ന് പ്രിൻസിനൊപ്പം ഹോട്ടലിലെത്തുന്ന സമയത്ത് ഫ്രണ്ട്സ് വിളിച്ചിട്ട് ട്രെൻഡിങ്ങിൽ വരാനായിട്ട് ഇനി ഒരേ ഒരു വഴിയുള്ളൂ, നെഗറ്റീവ് വേണമെന്ന് പറയുന്നതിനാലാണ് ചിഞ്ചു ഹോട്ടലിനെ പറ്റി നെഗറ്റീവ് വീഡിയോ ഇട്ടതും. അത് കണ്ട് പ്രിൻസ് ഞെട്ടിയിരിക്കുമ്പോഴാണ് സഫിയെ വിളിക്കുന്നതും. അന്ന് മോള് വന്നപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാനായില്ല. ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് ഇവിടെ വരുന്ന എല്ലാ കുട്ടികളെയും സ്വന്തം കുട്ടികളായിട്ടാ ഞങ്ങൾ കാണുന്നതെന്ന് സങ്കടം പറയും. അതൊക്കെ കേട്ട് ആ ഒരു ദേഷ്യത്തിൽ പ്രിൻസ് വീട്ടിലെത്തിയപ്പോഴാണ് ചിഞ്ചു താൻ പ്രഗ്നന്റ് ആണെന്ന് പ്രിൻസിനോട് പറയുന്നതും. പ്രിൻസിനാണെങ്കിൽ ഒരുപാട് സന്തോഷം സഹിക്കാനാകാതെ വീട്ടുകാരോട് എല്ലാവരോടും അവനത് ചെന്ന് പറയുന്നു. എന്നാൽ ആ സന്തോഷം അധികം പോയില്ല. അതൊരു പ്രാങ്കായിരുന്നു. തന്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമായിരുന്നു അത്. അവൾ എല്ലാവരെയും കോമാളിയാക്കിയ സന്തോഷത്തിൽ വീഡിയോ എടുക്കുമ്പോൾ സഹിക്കാനാകാത്ത പ്രിൻസിന്റെ അമ്മ ചിഞ്ചുവിനോട് ദേഷ്യപ്പെടും. ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയാ, അതാ നീ നശിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രിൻസിന്റെ അമ്മ കയറി പോകുന്നു. മാത്രവുമല്ല പ്രിൻസിന്റെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ നമ്മളെ മാത്രമേ നിനക്ക് പറ്റിക്കാനായിട്ട് പറ്റൂ, പക്ഷെ ദൈവത്തിനെ ഒരിക്കലും നീ മറക്കരുത് എന്നുള്ള കാര്യവും പ്രിൻസിന്റെ അച്ഛൻ പറയുന്നു. അതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട് ചിഞ്ചുവും റൂമിലേക്ക് പോകും. എന്നാൽ റൂമിലെത്തിയ പ്രിൻസിനോട് അമ്മ അവളെ എടിയെന്നൊക്കെ വിളിച്ചതിന് ചിഞ്ചു ദേഷ്യപ്പെടും. നിങ്ങളെ വെറും ചിഞ്ചുവിന്റെ ഹസ്ബൻഡാണ്, അങ്ങനെയാ നിങ്ങളെ എല്ലാവരും അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപമാനിക്കുന്നതിനാൽ ദേഷ്യമൊന്ന് പ്രിൻസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം ഉറക്കമുണർന്ന ചിഞ്ചു കാണുന്നത് ചിഞ്ചുവിനെതിരായി വീഡിയോ ചെയ്തിരിക്കുന്നതാണ്. അതും പ്രിൻസ് പുതിയ ചാനൽ തുടങ്ങിയിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നതും. സഫിയുടെ ഹോട്ടലിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു വീഡിയോ. അത് കാണുന്ന ചിഞ്ചുവിന് വല്ലാതെ ദേഷ്യം വരുന്നു. മാത്രമല്ല പ്രിൻസിനെ സപ്പോർട്ട് ചെയ്തും സഫിയെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് പേരെത്തുന്നുണ്ട്. പ്രിൻസിനടുത്തെത്തിയിട്ട് എത്രയും വേഗം വീഡിയോ ഡിലീറ്റ് ചെയ്യുവാനായിട്ടും ചിഞ്ചു ആവശ്യപ്പെടുന്നു. അവളുടെ പേരിലാണ് പ്രിൻസ് അറിയപ്പെടുന്നതെന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം വന്ന പ്രിൻസ് ആണെങ്കിൽ പ്ലേ ബട്ടൺ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയും. ദേ ഇത്രയേ ഉള്ളൂ നീ എന്ന് പറഞ്ഞിട്ട് പ്രിൻസ് കയറിപ്പോകുന്നു. പ്രിൻസുമായി പ്രശ്നമുണ്ടാക്കി ചിഞ്ചു നേരെ തന്റെ വീട്ടിലേക്ക് വരും. അവളുടെ 2 കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. പ്രിൻസിന്റെ വീഡിയോ വൈറലായതോടുകൂടി ചിഞ്ചുവിന് നെഗറ്റീവായി. എന്തെങ്കിലും ചെയ്യണം, നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമോ? അക്കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിളിച്ചിട്ട് മാത്രമേ നിങ്ങൾ വന്നാൽ മതി എന്ന് ചിഞ്ചു കൂട്ടുകാരോട് പറഞ്ഞു. അടുത്ത ദിവസം ശില്പ എന്ന +2 വിദ്യാർത്ഥിനിയെ സഫിയുടെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അതോടെ ചിഞ്ചു ശരിയാണെന്ന് നാട്ടുകാർ പറയുവാനായും തുടങ്ങി. ചിഞ്ചു TV പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുവാനായും എത്തി. അതും സഫിയുടെ ഹോട്ടലിനെതിരായി. എല്ലാം കഴിഞ്ഞ് തിരികെ പോകുവാനായി ഇറങ്ങുമ്പോഴാണ് ശില്പ മരിച്ചു എന്ന വിവരം ചിഞ്ചു അറിയുന്നതും. ചിഞ്ചുവിനത് സഹിക്കാനായില്ല. അവൾ ഒട്ടും അത് പ്രതീക്ഷിച്ചതുമല്ല. ചിഞ്ചു കൂട്ടുകാരെ വിളിക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. കൂടാതെ ശില്പ മരിച്ചതോടെ സഫിയുടെ കട നാട്ടുകാർ തല്ലി തകർത്തു. വിവരമറിഞ്ഞ് പ്രിൻസ് സഫിയുടെ വീട്ടിലെത്തുമ്പോഴാണ് സഫിയ ആത്മഹത്യക്ക് ശ്രമിച്ചതും. പ്രിൻസും സഫിയുടെ ഭർത്താവായിട്ടുള്ള അനിലും ചേർന്ന് കൃത്യസമയത്ത് സഫിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിനാൽ ഒരുവിധം രക്ഷപ്പെട്ടു. അതറിഞ്ഞതോടുകൂടി ചിഞ്ചുവിന് കുറ്റബോധം താങ്ങാനായില്ല. ചിഞ്ചു നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. പ്രിൻസിനോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. പ്രിൻസ് വിവരമെല്ലാം അറിഞ്ഞിട്ട് ചിഞ്ചുവിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. അതും കൂടിയായപ്പോൾ താൻ എന്ത് വലിയ തെറ്റാണ് എല്ലാവരോടും ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി. പ്രിൻസ് താൻ വിചാരിച്ചതുപോലെയല്ല, ആള് വെറും പാവമാണെന്നും ചിഞ്ചുവിന് മനസ്സിലായി. എന്നാൽ ശില്പയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോയിസൺ ചെന്നാണ് മരണപ്പെട്ടതെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ശില്പയ്ക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടെന്നും ടോക്സിക്കായ ബോയ്ഫ്രണ്ടാണ് ശില്പയെ സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. കൂടാതെ സഫിയ നിരപരാധിയാണെന്നും
മാത്രവുമല്ല സഫിയുടെ ഹോട്ടലിനെതിരെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ വ്ലോഗറായ ചിഞ്ചുവിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ടും ആരോഗ്യ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടു. ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണമെന്നും മന്ത്രി പറയും. സഫിയക്കെതിരായി നെഗറ്റീവ് പറഞ്ഞതിനാൽ ചിഞ്ചുവിനെ പോലീസ് അറസ്റ്റും ചെയ്തു. പക്ഷേ ചിഞ്ചുവിന് വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തിയത് പ്രിൻസിന്റെ അച്ഛനുമായിരുന്നു. ചിഞ്ചുവിന് സങ്കടം സഹിക്കാനായില്ല. ബോധം വന്ന സഫിയ തനിക്ക് പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞതിനാൽ ചിഞ്ചുവിനെ പോലീസ് വെറുതെ വിട്ടു. സ്റ്റേഷനിൽ അവളെ കാത്ത് പ്രിൻസ് ഉണ്ടായിരുന്നു. പ്രിൻസിനടുത്തേക്ക് ഓടി ചെല്ലുന്ന ചിഞ്ചുവിനോട്, നമ്മൾ ഇനി ഒരിക്കലും സെറ്റാകത്തില്ല, നിനക്ക് ഞാൻ ചേരില്ല, അതുകൊണ്ട് ഇനി നമ്മൾ മുന്നോട്ട് പോകണ്ട. നീ പറയാറുള്ള നിന്റെ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എവിടെ? ഒരു കൂട്ടുകാരെങ്കിലും നിനക്കുണ്ടോ? നിനക്കൊരു കാര്യം വന്നപ്പോൾ ഏതെങ്കിലും ഒരാള് നിനക്ക് വേണ്ടിയിട്ടുണ്ടോ എന്നൊക്കെ പ്രിൻസ് ചോദിക്കും. മാത്രമല്ല ചിഞ്ചുവിന് ഡിവോഴ്സ് നൽകാമെന്നും പ്രിൻസ് പറയുന്നു. ഞാൻ നിന്റെ പിറന്നാളിന് അയച്ച വീഡിയോ നീ കണ്ടില്ലല്ലേ എന്ന് ചോദിച്ചിട്ടാണ് പ്രിൻസ് അവിടെ നിന്നും ഗുഡ് ബൈ പറഞ്ഞു പോകുന്നതും. ചിഞ്ചുവിനാണെങ്കിൽ അത് സഹിക്കാനായില്ല. ചിഞ്ചു കാറിലിരുന്ന് വീഡിയോ കാണും. അവളുമായുള്ള പ്രിൻസിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു ആ വീഡിയോയിൽ അവൻ എടുത്തു വെച്ചിരുന്നതും. അതെല്ലാം കാണുമ്പോൾ ചിഞ്ചുവിനെ പ്രിൻസ് എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായതും. ചിഞ്ചു വീഡിയോ കണ്ട് പൊട്ടിക്കരയുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. പ്രിൻസ് ആണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകുവാനായി റെഡിയായി നിൽക്കുകയാണ്. കേക്കെയാണ് യാത്രയാക്കുവാനായിട്ടും കൊണ്ടുവന്നത്. അങ്ങനെ കേക്കയോടും യാത്ര പറഞ്ഞ് പ്രിൻസ് ബസ്സിലേക്ക് കയറും. എന്നാൽ പ്രിൻസിന്റെ സീറ്റിനടുത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ചിഞ്ചുവാണ്. ചിഞ്ചു ചെയ്തതിനെല്ലാം പ്രിൻസിനോട് മാപ്പും പറഞ്ഞു. ചിഞ്ചുവിന് പ്രിൻസ് രണ്ടാമതൊരു ചാൻസും കൊടുക്കുകയാണ്. രണ്ടാളും ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.